സുറാബീസ് ഡെയിലി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വാഴക്കൂമ്പ് ഞാൻ അതിൻ്റെ പുറത്തൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഉൾഭാഗം മാത്രം കുറച്ച് ഒരു വെള്ള കളർ വരുന്ന ഭാഗം വരെ ആക്കിയിട്ട് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞാനിതാ നന്നായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പേരിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് കല്ലുപ്പാണ് കേട്ടോ. കല്ലുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ചാറൊക്കെ ഒരു കറുത്ത നിറത്തിലുള്ളൊരു വെള്ളമൊക്കെ പോരും. അപ്പോൾ അതിൻ്റെ കട്ടിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് കട്ടിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു കൈപ്പരസമൊന്നും ഉണ്ടാവില്ല. ചവർപ്പും കൈപ്പരസമൊന്നും ഇല്ലാണ്ട് നല്ല രീതിക്കുള്ള വാഴക്കൂമ്പ് ഉപ്പേരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാനത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല രീതിക്ക് പിഴിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പിഴിഞ്ഞ് വെച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. മറ്റേ ഒരു കറുപ്പ് കൂടിയൊരു കളറായിരുന്നു. ഇപ്പോൾ അതാ അതിൻ്റെ കട്ടിപ്പുള്ള കളർ ഇതൊക്കെ പോയിട്ട് നല്ലൊരു കളറുമായി വന്നിട്ടുണ്ട്. ലൈറ്റ് കളറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത്രയും വെള്ളം അതിന് പോകാണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അത് വേവിക്കാൻ ഞാനൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് ഞാൻ പൊട്ടാനിട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടി ഇട്ടെടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം. ഉള്ളി ഇത് ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളകും തേങ്ങയും കൂടെ കൂട്ടി ചതച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ട് തേങ്ങ ചിരവിട്ടത് അങ്ങനെ നേരിട്ടിട്ടിരിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ തേങ്ങയുടെ പച്ചമുളക് ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങയും വാഴക്കൂമ്പും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ഞാൻ നേരത്തെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെന്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയേ. അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒന്നും കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവോളം ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി വേവാൻ വെക്കണം. ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇതിലൊരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ആവിയിൽ കിടന്ന് തന്നെ വെന്തെടുക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെതാ നമ്മളുപ്പേരി നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? നല്ലൊരു ലൈറ്റ് യെല്ലോ കളറായിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കട്ടിപ്പൊന്നും ഇല്ലാതെ ഞാൻ അതിൻ്റെ ഇതൊക്കെ ചാറ് പിഴിഞ്ഞ് കളഞ്ഞുകൊണ്ട് നല്ല ഒരു കളറും നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഉപ്പേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ്, നല്ല ഒരു ഉപ്പേരിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രക്കായുടെ വാഴക്കൂമ്പാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 2
കൂമ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഉപ്പേരി വന്നിട്ടുണ്ട്. ഇത് തിന്ന് കഴിഞ്ഞാൽ പോലും അറിയില്ല നമ്മൾ എന്ത് സാധനമാണെന്നുള്ളത്, അത്രയ്ക്കും ടേസ്റ്റായിട്ട് ഇനി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.